Hi, hello, welcome to my channel. Welcome to Ask Gina for Hindi learning in മലയാളത്തിൽ. അപ്പം കുറേ നാൾക്ക് ശേഷം, കുറേ നാളല്ല, ആക്ച്വലി മോർ ദാൻ ആൻ ഇയർ, ഒരു വർഷത്തിന് മേലെയായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ലോങ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോസ് ഇട്ട് അങ്ങ് പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ചൊരു പുതിയ ടോപ്പിക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇതിനു മുമ്പ് ചെയ്ത ഒരു ടോപ്പിക്കിൻ്റെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ടോപ്പിക്കാണ് വേർബ്സ് ഇൻ ഹിന്ദി. വേർബ്സ് ഇൻ ഹിന്ദീൻ്റെ 2 പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായി. പാർട്ട് 1 50 വേർബ്സ്, പിന്നെ പാർട്ട് 2 പിന്നെയും 50 വേർബ്സ്. സോ ആ വേർബ്സൊക്കെ സെൻറ്റൻസസിലാക്കുമ്പോൾ എങ്ങനെയാണ് പറയുകയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായി. സോ ഈ വേർബ്സ് ഇൻ ഹിന്ദി ഇനി നമ്മൾ സെൻറ്റൻസസ് ആയിട്ട് പറയുമ്പം അത് ഏത് രീതിയിലൊക്കെയാണ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ഒക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് വേർബ്സ് ഇൻ ഹിന്ദി സെൻറ്റൻസസിലേക്ക് ആവുമ്പം എങ്ങനെയാണ് വരുന്നത് എന്ന്. ഫസ്റ്റ് വേർഡ് ഹസ്ന. ഹസ്ന എന്ന വേർഡിൻ്റെ മീനിങ് ആണ് ചിരിക്കുക. എനിക്ക് ചിരി വരുന്നു. മുझे ഹസി ആ റഹി ഹെ. അവിടെ ഈ ഹസ്ന എന്നൊരു വാക്ക് നമ്മൾ ഹസി എന്ന് പറയും. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഹസി എന്ന് പറഞ്ഞാൽ മതി. മുझे ഹസി ആ റഹി ഹെ, എനിക്ക് ചിരി വരുന്നു. ചിരിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിലോ ഹസ്ന മന ഹെ. ഓക്കെ, ചിരിക്കാൻ പാടില്ല, ഹസ്ന മന ഹെ. ഇനി ചിരിക്കരുത്, ഹസ്ന മത്. ഓക്കെ, ഹസ്ന മത് എന്ന് വെച്ചാൽ ചിരിക്കരുത്. നീ ചിരിക്കരുത് എന്നെടുത്ത് പറയണമെങ്കിലോ തു ഹസ് മത്. നിങ്ങൾ ചിരിക്കരുത് എന്നാണെങ്കിൽ തും ഹസോ മത്. താങ്കൾ ചിരിക്കരുത് എന്നാണെങ്കിലോ ആപ് ഹസിയേ മത്. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല, മുझे കോയി ഹസി നഹി ആ റഹി. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല, മുझे കോയി ഹസി നഹി ആ റഹി. ഓക്കെ, അവൻ അല്ലെങ്കിൽ അവൾ ചിരിക്കുകയായിരുന്നു. ചിരിക്കുകയായിരുന്നു, അതായത് കഴിഞ്ഞുപോയ കാര്യമാണ്. അവൻ അല്ലെങ്കിൽ അവൾ ചിരിക്കും, അതായത് അവൻ അല്ലെങ്കിൽ അവൾ ചിരിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിലോ വോ ഹസ് റഹ ഥാ. മേലാണെങ്കിൽ. ഫീമെയിൽ ആണെങ്കിൽ വോ ഹസ് റഹി ഥി. ഓക്കെ, ഥാ അല്ലെങ്കിൽ ഥി ചേർക്കുക. ഖാന. ഖാന എന്ന വേർഡിൻ്റെ 2 മീനിങ് ഉണ്ട്. നൗൺ ആണെങ്കിൽ ഫുഡ്, വേർബ് ആണെങ്കിൽ കഴിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ വേർബ്സ് ആണ് പറയുന്നത്. സോ ഈ കഴിക്കുക എന്ന വാക്ക്, ഖാന എന്ന വാക്ക് സെൻറ്റൻസിലാവുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? എനിക്ക് കഴിക്കണം, മുझे ഖാനാ ഹെ. എനിക്ക് കഴിക്കണം, മുझे ഖാനാ ഹെ. ഞാൻ കഴിച്ചു കഴിഞ്ഞു, मैंने ഖാ ലിയ. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും मैंने ഖാ ലിയ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിച്ചായിരുന്നു, मैंने खाया था. मैंने खाया था. മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും സെയിം തന്നെ, मैंने खाया था. അവിടെ ഫീമെയിൽ ആയതുകൊണ്ട് मैंने खाई थी അല്ലെങ്കിൽ मैंने खाया थी എന്നൊന്നും പറയരുത്. मैंने खाया था, അതായത് ഞാൻ കഴിച്ചായിരുന്നു. ധോന. ധോന എന്ന് വെച്ചാൽ കഴുകുക. കപ്പടെ ധോന, തുണി കഴുകുക. ബർത്തൻ ധോന, പാത്രം കഴുകുക. അമ്മ തുണി കഴുകുകയാണ്, മാ കപ്പടെ ധോ റഹി ഹെ. മാ കപ്പടെ ധോ റഹി ഹെ. അവൾ അല്ലെങ്കിൽ അവൻ തുണി കഴുകുകയാണ് എന്ന് പറയണമെങ്കിലോ വോ ചേർത്താൽ മതി. വോ കപ്പടെ ധോ റഹാ ഹെ മെയിലാണെങ്കിൽ, വോ കപ്പടെ ധോ റഹി ഹെ ഫീമെയിൽ ആണെങ്കിൽ. ഞാൻ തുണി കഴുകുകയാണ്, മേ കപ്പടെ ധോ റഹി ഹും. ഈ കപ്പട എന്ന് യൂസ് ചെയ്യുന്നത് കുറേ തുണികളുള്ളതുകൊണ്ടാണ്. ഒരേ ഒരു തുണിയാണെങ്കിൽ കപ്പട എന്ന് യൂസ് ചെയ്യുക. ഇനി ഞാൻ ഒരു തുണിയാണ് കഴുകണമെങ്കിലോ മേ കപ്പട ധോ റഹി ഹും. ഞാൻ തുണി കഴുകി കഴിഞ്ഞു, കഴിഞ്ഞ കാര്യമാണ്. സോ मैंने കപ്പടെ ധോ ലിയേ, കഴുകി കഴിഞ്ഞു. നെക്സ്റ്റ് വേർഡ് ചബാന. ചവയ്ക്കുക. ഭക്ഷണം ചവച്ച് കഴിക്കുക. ഖാന ചബാക്കെ ഖായിയേ. ഖാന ചബാക്കെ ഖായിയേ, ഭക്ഷണം ചവച്ച് കഴിക്കുക. നന്നായി ചവയ്ക്കുക എന്ന് പറയണമെങ്കിലോ അച്ഛേ സെ ചബായിയേ. നെക്സ്റ്റ് വേർഡ് ബാഠ്ന. ഇരിക്കുക. നീ ഇരിക്കേ എന്ന് പറയണമെങ്കിൽ തു
ബാറ്റ്. നിങ്ങൾ ഇരിക്കൂ എന്ന് പറയണമെങ്കിലോ തും ബാഠോ. താങ്കൾ ഇരിക്കുക എന്ന് പറയണമെങ്കിലോ ആപ് ബാഠിയെ. അവൻ ഇരിക്കുകയാണ് വോ ബാഠാ ഹെ. അവൾ ഇരിക്കുകയാണ് വോ ബാഠി ഹെ. അവിടെ ഇരിക്കരുത് വഹാ മത് ബാഠിയെ. നെക്സ്റ്റ് വേർഡ് ആന. മലയാളത്തിൽ ആനയല്ല, ഹിന്ദിയിൽ ആന എന്ന് വെച്ചാൽ വരിക. ഇനി ആന എന്ന വാക്ക് സെൻറ്റൻസിലേക്ക് ആവുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. അവൻ വന്നു വോ ആ ഗയ. അവളാണെങ്കിലോ വോ ആ ഗയി. അവൻ ഇന്നലെ വന്നായിരുന്നു അല്ലെങ്കിൽ അവൾ ഇന്നലെ വന്നായിരുന്നു എന്നാണെങ്കിലോ വോ കൽ ആയാ ഥ. അവളാണെങ്കിൽ വോ കൽ ആയി ഥി. ഇന്നലെ വന്നായിരുന്നു, അതുകൊണ്ട് ആയാ ഥ അല്ലെങ്കിൽ ആയി ഥി. അവൻ എപ്പോഴേ വന്നു വോ കബ് കാ ആ ചുക. വോ കബ് കാ ആ ചുക എന്ന് വെച്ചാൽ എപ്പോഴേ വന്നിട്ട് കുറേ നേരമായി എന്ന്. നെക്സ്റ്റ് വേർഡ് ജാന. ജാന എന്ന് വെച്ചാൽ പോവുക. എനിക്ക് പോകണം മുझे जाना है. എനിക്ക് പോകണ്ട മുझे नहीं जाना. അവള് പോയി വോ ഗയി അല്ലെങ്കിൽ വോ ചലി ഗയി. അവനാണെങ്കിൽ വോ ചലാ ഗയ. ഫീമെയിൽ ആണെങ്കിൽ ഗയി, മെയിൽ ആണെങ്കിൽ ഗയ. എനിക്ക് പോകേണ്ടി വരും എന്ന് പറയണമെങ്കിലോ മുझे जाना पड़ेगा. മുझे जाना पड़ेगा. എനിക്ക് പോകണം, പോയേ പറ്റൂ എന്നാണെങ്കിലോ മുझे जाना होगा. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വേർഡ്സിൻ്റെ സെൻറ്റൻസസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് വീഡിയോ കുറേ ലെന്തി ആയാലേ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും, എനിക്കും ബോറിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് ഇനിയും കുറേ വേർബ്സ് ഉണ്ട്, അതും അതിൻ്റെ സെൻറ്റൻസസും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് ബൈ.